മോശയുടെയും അഹറോന്റെയും കൈക്കീഴിൽ ഗണം ഗണമായി മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങൾ ആവിത്. മോശെ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതിവെച്ചു. താവളം താവളമായി അവർ ചെയ്ത പ്രമാണങ്ങൾ ആവിത്. 1-ാം മാസം 15-ാം തീയതി അവർ രമേസേസിൽ നിന്ന് പുറപ്പെട്ടു. പെസഹ കഴിഞ്ഞ പിറ്റന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാ മിസ്രയീമ്യരും കാണെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മിസ്രയീമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെയെല്ലാം കുഴിച്ചിടുകയായിരുന്നു. അവരുടെ ദേവന്മാരുടെ മേലും യഹോവ ന്യായവിധി നടത്തിയിരുന്നു. ഇസ്രായേൽ മക്കൾ രമേസേസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമിറങ്ങി. സുക്കോത്തിൽ നിന്ന് അവർ പുറപ്പെട്ട് മരുഭൂമിയുടെ അറ്റത്തുള്ള ഏഥാമിൽ പാളയമിറങ്ങി. ഏഥാമിൽ നിന്ന് പുറപ്പെട്ട് ബാൽസെഫോനെതിരെയുള്ള പീഹഹീരോത്തിന് തിരിഞ്ഞു വന്ന് അവർ മിഗ്ദോലിന് കിഴക്ക് പാളയമിറങ്ങി. പീഹഹീരോത്തിന് കിഴക്ക് നിന്ന് പുറപ്പെട്ട് കടലിൻ്റെ നടുവിൽ കൂടി മരുഭൂമിയിൽ കടന്ന് ഏഥാ മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി മാറി നടന്ന് മാറയിൽ പാളയമിറങ്ങി. മാറയിൽ നിന്ന് പുറപ്പെട്ട് ഏലീമിൽ എത്തി. ഏലീമിൽ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നത് കൊണ്ട് അവർ അവിടെ പാളയമിറങ്ങി. ഏലീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമിറങ്ങി. ചെങ്കടലിനരികെ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ദൊഫ്കയിൽ പാളയമിറങ്ങി. ദൊഫ്കയിൽ നിന്ന് പുറപ്പെട്ട് ആലൂഷിൽ പാളയമിറങ്ങി. ആലൂഷിൽ നിന്ന് പുറപ്പെട്ട് രഫീദീമിൽ പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. രഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ പാളയമിറങ്ങി. സീനായി മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കിബ്രോത്ത് ഹത്താവയിൽ പാളയമിറങ്ങി. കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് പുറപ്പെട്ട് ഹസേരോത്തിൽ പാളയമിറങ്ങി. ഹസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് റിത്മയിൽ പാളയമിറങ്ങി. റിത്മയിൽ നിന്ന് പുറപ്പെട്ട് റിമോൻ പേരസിൽ പാളയമിറങ്ങി. റിമോൻ പേരസിൽ നിന്ന് പുറപ്പെട്ട് ലിബ്നയിൽ പാളയമിറങ്ങി. ലിബ്നയിൽ നിന്ന് പുറപ്പെട്ട് റിസയിൽ പാളയമിറങ്ങി. റിസയിൽ നിന്ന് പുറപ്പെട്ട് കെഹേലാഥയിൽ പാളയമിറങ്ങി. കെഹേലാഥയിൽ നിന്ന് പുറപ്പെട്ട് ഷാഫേർ മലയിൽ പാളയമിറങ്ങി. ഷാഫേർ മലയിൽ നിന്ന് പുറപ്പെട്ട് ഹരാദയിൽ പാളയമിറങ്ങി. ഹരാദയിൽ നിന്ന് പുറപ്പെട്ട് മഖ്ഹേലോത്തിൽ പാളയമിറങ്ങി. മഖ്ഹേലോത്തിൽ നിന്ന് പുറപ്പെട്ട് തഹത്തിൽ പാളയമിറങ്ങി. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് താരഹിൽ പാളയമിറങ്ങി. താരഹിൽ നിന്ന് പുറപ്പെട്ട് മിത്കയിൽ പാളയമിറങ്ങി. മിത്കയിൽ നിന്ന് പുറപ്പെട്ട് ഹഷ്മോനയിൽ പാളയമിറങ്ങി. ഹഷ്മോനയിൽ നിന്ന് പുറപ്പെട്ട് മോസേരോത്തിൽ പാളയമിറങ്ങി. മോസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് ബെനേയാക്കാനിൽ പാളയമിറങ്ങി. ബെനേയാക്കാനിൽ നിന്ന് പുറപ്പെട്ട് ഹോർ ഹഗിദ്ഗാദിൽ പാളയമിറങ്ങി. ഹോർ ഹഗിദ്ഗാദിൽ നിന്ന് പുറപ്പെട്ട് യുത്ബാധയിൽ പാളയമിറങ്ങി. യുത്ബാധയിൽ നിന്ന് പുറപ്പെട്ട് അമ്രോനയിൽ പാളയമിറങ്ങി. അമ്രോനയിൽ നിന്ന് പുറപ്പെട്ട് യസ്യോൻ ഗേബേരിൽ പാളയമിറങ്ങി. യസ്യോൻ ഗേബേരയിൽ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. അതാകുന്നു കാദേശ്. അവർ കാദേശിൽ നിന്ന് പുറപ്പെട്ട് യദോം ദേശത്തിൻ്റെ അതിരിങ്കൽ ഹോർ പർവ്വതത്തിങ്കൽ പാളയമിറങ്ങി. പുരോഹിതനായ അഹറോൻ യഹോവയുടെ കൽപ്പന പ്രകാരം ഹോർ പർവ്വതത്തിൽ കയറി. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പോന്നതിൻ്റെ 40-ാം സംവത്സരം 5-ാം മാസം 1-ാം തീയതി അവിടെ വെച്ച് മരിച്ചു. അഹറോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചപ്പോൾ അവന് 123 വയസ്സായിരുന്നു. എന്നാൽ കനാൻ ദേശത്ത് തെക്ക് പാർത്തിരുന്ന കനാന്യനായ അരാദ് രാജാവ് ഇസ്രായേൽ മക്കളുടെ വരവിനെക്കുറിച്ച് കേട്ടു. ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് അവർ പുറപ്പെട്ട് സൽമോനയിൽ പാളയമിറങ്ങി. സൽമോനയിൽ നിന്ന് പുറപ്പെട്ട് പൂനോനിൽ പാളയമിറങ്ങി. പൂനോനിൽ നിന്ന് പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് പുറപ്പെട്ട് മോവാബിൻ്റെ അതിരിങ്കൽ ഈയെ ആബാരീമിൽ പാളയമിറങ്ങി. ഈമിൽ നിന്ന് പുറപ്പെട്ട് ദീബോൻ ഗാദിൽ പാളയമിറങ്ങി. ദീബോൻ ഗാദിൽ നിന്ന് പുറപ്പെട്ട് അൽമോ ദിബ്ലാഥയീമിൽ പാളയമിറങ്ങി. അൽമോ ദിബ്ലാഥയീമിൽ നിന്ന് പുറപ്പെട്ട് നെബോവിന് കിഴക്ക് അബാരീം പർവ്വതത്തിങ്കൽ പാളയമിറങ്ങി. അബാരീം പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് എരിഹോവിനെതിരെ യോർദാനരികെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. യോർദാനരികെ മോവാബ് സമഭൂമിയിൽ ബേത്ത് യഷീമോത്ത് മുതൽ ആബേൽ ഷിത്തീം വരെ പാളയമിറങ്ങി. എരിഹോവിനെതിരെ യോർദാനരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്നതെന്തെന്നാൽ,
നിങ്ങൾ യോർദാൻ അക്കരെ കനാൻ ദേശത്തേക്ക് കടന്ന ശേഷം ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അവരുടെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും എല്ലാം തകർത്ത് അവരുടെ സകല പൂജാഗിരികളെയും നശിപ്പിച്ചു കളയണം. നിങ്ങൾ ദേശം കൈവശമാക്കി അതിൽ കുടിപാർക്കണം. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ ആ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ കുടുംബം കുടുംബമായി ദേശം ചീട്ടിട്ട് അവകാശമാക്കണം. ആളേറെയുള്ളവർക്ക് ഏറെയും കുറേയുള്ളവർക്ക് കുറേയും അവകാശം കൊടുക്കണം. അവന് ചീട്ട് എവിടെ വീഴുന്നുവോ അവിടെ അവൻ്റെ അവകാശം ആയിരിക്കണം. പിതൃഗോത്രമായി നിങ്ങൾക്ക് അവകാശം ലഭിക്കണം. എന്നാൽ ദേശത്തെ നിവാസികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാതിരുന്നാൽ നിങ്ങൾ അവരിൽ ശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാർശ്വങ്ങളിൽ കണ്ടകങ്ങളുമായി നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കും. അത്രയുമല്ല, ഞാൻ അവരോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങളോട് ചെയ്യും. ഇത്രയുമാണ് നമ്മുടെ ഈ ആഴ്ചത്തെ അധ്യായം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രവർത്തിക്കട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ദൈവം ഒരാഴ്ച കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരികയാണെങ്കിൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദൈവകൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ദിവസത്തിൽ ആകെ 5 മിനിറ്റ് മാത്രം ചിലവാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാം. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു പ്രോഗ്രാമായിരിക്കാം. ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക. ഒരുപക്ഷെ അതുവഴി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകാം. ആദ്യം മുതൽ തന്നെ ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിനായി ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. അതുവഴി നിങ്ങൾക്ക് ബൈബിൾ ആദ്യം മുതൽക്കേ വായിക്കുവാൻ സാധിക്കും. ഇനിയുള്ള വചനങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അറിയുവാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇതിലൂടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.